നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിലൊക്കെ ഡോർ ഡാമ്പിങ് അല്ലെങ്കിൽ ഡാമ്പിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ഡാമ്പിങ്? പൊതുവേ എല്ലാവരും ഡോർ ഡാമ്പിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വാഹനം ഫുള്ള് നമുക്ക് ഡാമ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം എന്താണ് ഡാമ്പിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹസീബ് കുട്ടനാടാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ്, ഡോർ ഡാമ്പിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ഗുണം ദോഷങ്ങൾ. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഡോർ ഡാമ്പിംഗ് ആണ് എനിക്ക് തോന്നുന്നൊരു 90% പേർക്ക് അറിയാവുന്നത്. പക്ഷേ നമ്മുടെ വാഹനത്തിനകത്ത് ഫുള്ള് ഡാമ്പ് ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ ഡാമ്പിംഗ് എന്നൊരു വാക്ക് എന്താണ് സൂചിപ്പിക്കുന്നത്? ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമർത്തുക എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കുക, കംപ്രസ് ചെയ്യിക്കുക എന്നും പറയാൻ സാധിക്കും. എന്താണ് ഡാമ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനകത്ത് ഡാമ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൗണ്ടും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. വാഹനത്തിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡാമ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഡോറിനകത്തോട് ഒരുപാട് കേബിൾസ് വരുന്നുണ്ട്. നമ്മൾ പവർ വിൻഡോസിൻ്റെ കേബിൾ, ലാച്ച് അസംബ്ലി, അതായത് ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് ലോക്ക് ചെയ്യുന്നതിൻ്റെ കേബിൾസ് വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ലൈറ്റ്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മെയിൻ ഡോർ, അതായത് ഡ്രൈവർ സൈഡിലെ ഡോറിലായിരിക്കും ഏറ്റവും കൂടുതൽ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഐറ്റംസും പിന്നെ ഡോർ പാഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ, ഇതിനകത്തൂടെ പോകുന്ന ചാനൽസും കാര്യങ്ങളൊക്കെ, ഇതെല്ലാം വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഇപ്പം പുതിയ ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം ഒരുപാട് NVH ശ്രദ്ധിച്ചാണ് വരുന്നത്. NVH പലപ്പോഴും പലരും കേൾക്കുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് NVH എന്ന് ഉദ്ദേശിക്കുന്നത്. NVH എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, നോയ്സ് വൈബ്രേഷൻ ഹാർഷ്നെസ്, ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വൈബ്രേഷനും നോയ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് കൂടുതൽ ഇംപ്രൂവ്ഡ് NVH ഒക്കെ ആയിട്ടുണ്ടെന്നൊക്കെ ഓരോ പുതിയ വാഹനങ്ങളുടെ ബ്രൗഷറൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടോപ്പിക്കിൽ നിന്ന് പോകുന്നില്ല. ഈ പറയുന്ന ഡാമ്പിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡാമ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തിനകത്ത് വരുന്ന ഡോർ പാഡിനകത്തൊക്കെ ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ കട്ടിയുള്ള, അത്യാവശ്യം നോയ്സ് ഡാമ്പ് ചെയ്യാൻ പറ്റുന്ന കട്ടിയുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനെയാണ് ഡാമ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന ഈ ടൈപ്പ് ഒരു മെറ്റീരിയലായിരിക്കും നമ്മൾ കൂടുതലും ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട കുറേ ആൾക്കാർ അഡീഷണൽ ആയിട്ട് ആക്സറീസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫിറ്റ് ചെയ്യുന്നുണ്ട് വാഹനത്തിനകത്ത് സൗണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. കാരണം ഒരുപാട് യാത്ര ചെയ്യുന്നവർ ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കും. അങ്ങനെ കേൾക്കുന്ന ആൾക്കാർ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സും ഊഫേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. ഇങ്ങനെ വൂഫേഴ്സും സ്പീക്കേഴ്സും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈബ്രേഷൻ കൊണ്ട് ഡോർസിൽ നിന്നൊക്കെ വരുന്ന വൈബ്രേഷൻ കൊണ്ട് കൂടുതലാവുകയാണെങ്കിൽ അത് കേൾക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡാമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡാമ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡോർ പാഡ്സും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ട് മെറ്റൽ പോർഷൻസിൽ എല്ലാം ഈ ഡാമ്പിംഗ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഡാമ്പിംഗ് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ലെയറും കൂടെ കൂടുതലാണ് ചെയ്യുന്നത്. അന്നേരം ഇതിനകത്തോട്ട് വരുന്ന കേബിൾസും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റിക്കി ആയിട്ട്, അതായത് നല്ല ഫേം ആയിട്ട് തന്നെ പിടിച്ചിരിക്കുന്നതായിരിക്കും. ഡോർസിനകത്തും ചെയ്യുന്ന ആൾക്കാർ ഡോർ പാഡ് തുറന്ന് അതിനകത്ത്, ഡോർ എന്ന് പറയുമ്പോൾ 2 പീസായിരിക്കും, ആ പീസിനകത്തും ഒട്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഡോറ് മാത്രമല്ല, സീറ്റ്സും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്ത് വാഹനത്തിനകത്തും റൂഫേലും കാര്യങ്ങളെല്ലാം നോയ്സ് ഡാമ്പിങ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ വാഹനത്തിനകത്ത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നൈറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, കാരണം പകൽ ഒരുപാട് സൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഗട്ടറിലുള്ള വഴിയോ അല്ലെങ്കിൽ ചെറിയൊരു ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഡോറിൽ നിന്നും ബോഡിയിൽ നിന്നൊക്കെ വരുന്ന ഈ സൗണ്ട് നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് ഡാമ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാകുന്നതായിരിക്കും, അങ്ങനെ ഒരു സൗണ്ട് വരുന്നതായിരിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാട്ടൊക്കെ എൻജോയ് ചെയ്യുന്ന സമയത്ത്, അതായത് മ്യൂസിക് എൻജോയ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു വൈബ്രേഷൻ നോയ്സ് പോലും ഇല്ലാതെ സൗണ്ട് അതുപോലെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന് കുറച്ചുകൂടെ വെയിറ്റ് കൂടുകയാണ്. കാരണം ഈ മെറ്റീരിയൽ അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. ഇതുപോലെ ഓരോ ഡോർസിലും ഫ്ലോറിലും റൂഫിലും കാര്യങ്ങളൊക്കെ നമ്മളിത് ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് അത്രയും കൂടെ വെയിറ്റ് നമ്മുടെ വാഹനത്തിന് കൂടുകയാണ്. ഒരു നെഗറ്റീവ് സൈഡ് പറയാം. രണ്ടാമത്തെ കാര്യം, ഒരു തവണ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറിച്ച് ഇത് ഒട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം പല ഭാഗത്ത് ഇത് സ്റ്റിക്ക് ചെയ്ത് തന്നെയാണ് ഒട്ടിക്കുന്നത്. പിന്നെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ശരിക്കുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റാതെ വരും. ഇത് ചെയ്യുന്നത് നല്ലതാണോ എന്ന് എന്നോട് റെക്കമെൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ചെയ്യുന്നത് നല്ലതാണ്. കാരണം അതുപോലെ നിങ്ങൾ പാട്ടിനോടൊക്കെ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ പാട്ട് കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള വ്യക്തികളാണ്, നല്ല രീതിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള നെഗറ്റീവ് അറിയുന്നത്, നമ്മളൊരു ഫോണിലൊക്കെ സംസാരിക്കുന്ന സമയത്ത്, പുറത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ സാധിക്കും, അകത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ സ്പീക്കറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ സാധിക്കും. ഇത് ഡാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അങ്ങനത്തെ സൗണ്ടുകളൊക്കെ കുറവായി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അത്യാവശ്യം റേറ്റ് വരുന്ന കാര്യമാണ്, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.